വെൽക്കം ബാക്ക്. ഞാനൊരു Q&A വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഒരു 2-3 ആഴ്ചയായി ഞാൻ എൻജയിൽ ഇട്ടിട്ട് അതിനകത്ത് 2000 ക്വസ്റ്റ്യൻസ് വന്നു. പകുതിയോളം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് കൂടുതലും വന്നേക്കുന്നത് ഞാൻ എത്രയിലാണ് പഠിക്കുന്നത്, എൻ്റെ ഫുൾ നെയിം എന്താണ്, കോളേജിലാണോ പഠിക്കുന്നത്, +2-ലാണോ പഠിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് കുറേ ക്വസ്റ്റ്യൻസ് ഇതിനെ പറ്റി തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് പറയാനെന്ന് വെച്ചാൽ എൻ്റെ പേര് ഫുൾ നെയിം പായന ജനത്ത് എന്നാണ്. ഞാൻ 9-ലാണ്, ഇനി 9-ലോട്ടാണ്. എനിക്ക് 14 വയസ്സേ ആയിട്ടുള്ളൂ. ഞാൻ കോളേജിലൊന്നും അല്ല പഠിക്കുന്നത്. ഈ മെയ് ആവുമ്പോൾ എനിക്ക് 14 വയസ്സാവും. വേറൊരു ക്വസ്റ്റ്യൻ വന്നത് എനിക്ക് ജാടയാണോ എന്നാണ്. ഈ ക്വസ്റ്റ്യനാണ് കൂടുതലായിട്ട് വന്നത്. ഒന്നുകിൽ അത് സ്കൂളിലുള്ളവരായിരിക്കും ഇട്ടത്, അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുള്ള ആരെങ്കിലും ആയിരിക്കും ഇട്ടത്. ഇൻസ്റ്റയിൽ മെസ്സേജ് ഇട്ടിട്ടുള്ളവരാണെങ്കിൽ നമുക്ക് ഇൻസ്റ്റയിൽ വരുന്ന എല്ലാ മെസ്സേജിനും റിപ്ലൈ കൊടുക്കാൻ പറ്റിയെന്ന് വരത്തില്ലല്ലോ. ഞാൻ കാണുന്നതിന് ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. പിന്നെ സ്കൂളിൽ നിന്നാണെങ്കിൽ എൻ്റെ അടുത്ത് മിണ്ടി നോക്കിയാലേ അറിയാൻ പറ്റത്തുള്ളൂ എനിക്ക് ജാടയുണ്ടോ അല്ലയോ. മിണ്ടാതെ ജാടയാണെന്ന് പറയുന്നവർക്ക് എനിക്ക് പറയാനുള്ളത് എൻ്റെ അടുത്ത് വന്ന് ആദ്യം മിണ്ടി നോക്കണം, എന്നിട്ട് ജാടയാണെന്ന് പറയണം. എനിക്ക് ജാടയാണെന്ന് പറഞ്ഞിട്ടുള്ളവരാണ് ഇപ്പം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സായിട്ട് എൻ്റെ കൂടെ ഉള്ളത്. എൻ്റെ അടുത്ത് മിണ്ടി നോക്കിയാൽ പിന്നെ ആരും ജാടയാണെന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പം മിണ്ടിയവർ എൻ്റെ അടുത്ത് പറയുന്നത് നിന്നെ കാണുമ്പോൾ എന്തോ വലിയ ജാടയാണ് എന്നാ തോന്നുന്നത്, പക്ഷേ മിണ്ടി തുടങ്ങിയാലല്ലേ അറിയാൻ പറ്റത്തുള്ളൂ. മിണ്ടി തുടങ്ങിയപ്പോൾ ഞങ്ങൾക്കൊക്കെ മനസ്സിലായി നിനക്ക് ജാടയൊന്നുമില്ല, നീ പാവമെന്ന്. അങ്ങനെയാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത്. എൻ്റെ അടുത്ത് മിണ്ടി നോക്കിയാൽ ഞാൻ തിരിച്ച് നല്ലപോലെ മിണ്ടുകയും ചെയ്യും, പിന്നെ ഒരിക്കലും ശല്യമായി മാറുകയും ചെയ്യും. പിന്നെ അല്ലാതെ എന്നെ ആരും അങ്ങനെ വിട്ടൊന്നും പോയിട്ടില്ല. പിന്നെ നമ്മളെ ഇഷ്ടമല്ലാത്ത ആരെങ്കിലുമൊക്കെ കാണുമല്ലോ, നമ്മളെ മുമ്പിൽ വന്നിട്ട് ഒന്ന് പറഞ്ഞിട്ട് ബാക്കിൽ പോയിന്ന് വേണ്ടാത്ത പറഞ്ഞിട്ട് അങ്ങനെ പോയിട്ടുള്ളവരേ ഉള്ളൂ. അല്ലാതെ എൻ്റെ ലൈഫിൽ നിന്ന് അങ്ങനെ ആരും പോയിട്ടൊന്നുമില്ല. പിന്നെ നയന ചേച്ചിയെ പറ്റി കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. പിന്നെ എൻജയിൽ ഇട്ടപ്പോൾ അതിനകത്ത് വന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നയന ചേച്ചി എങ്ങനെയാണ് പരിചയപ്പെട്ടത്. ഞാൻ അത് യൂട്യൂബിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് കാണാത്തവരായിരിക്കും ചിലപ്പോൾ ഒന്ന് ചോദിച്ചത്. നയന ചേച്ചി എങ്ങനെയാണ് ഞാൻ പരിചയപ്പെട്ടതെന്ന് വെച്ചാൽ, ഞാൻ കേക്ക് കോർണർ എന്ന് പറഞ്ഞൊരു കടയുണ്ട് ഇവിടെ. അവിടെ ഫുഡ് കഴിക്കാൻ പോയപ്പോൾ ഞാൻ ഒരു വട്ടം കണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര വായും ബഹളവും, ഒരു കുട്ടികളെ പോലെ അവിടെ നിന്ന് നല്ലപോലെ കളിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഞാൻ ആ ചേച്ചിയെ നമ്മളെ എന്തായാലും അങ്ങനെ കാണുമ്പോൾ നമ്മൾ നോക്കാറുണ്ട്. അങ്ങനെ ആ ചേച്ചിയെ കണ്ടിട്ടുണ്ട്. ഞാൻ ചേച്ചി അങ്ങനെ ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പരിചയമൊന്നും പറ്റിയൊന്നുമില്ല. പിന്നെ എനിക്ക് അവിടുത്തെ ഒരു സ്റ്റാഫിൻ്റെ നമ്പർ വേണമായിരുന്നു. അങ്ങനെ ഞാൻ ഇൻസ്റ്റാഗ്രാം തപ്പിയപ്പോഴാണ് എനിക്ക് നയന ചേച്ചിയുടെ അക്കൗണ്ട് കിട്ടിയത്. അങ്ങനെയാണ് ഞാൻ നയന ചേച്ചിയായിട്ട് കൂട്ടായത്. നയന ചേച്ചി കർണാടകക്കാരിയാണ്, പിന്നെ ഹസ്ബൻഡ് മലയാളിയാണ്, കണ്ണൂർക്കാരനാണ്. പിന്നെ ചേച്ചിക്കൊരു കുഞ്ഞുണ്ട്, ആർജോ എന്നാണ് പേര്. പിന്നെ എനിക്കൊരു ചേച്ചി ഉണ്ടെങ്കിൽ എങ്ങനെയാണ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് അത് കണക്കാണ് നയന ചേച്ചി. എൻ്റെ നല്ലൊരു സിസ്റ്ററാണ് നയന ചേച്ചി. പിന്നെ വന്നൊരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ എൻ്റെ ഫോട്ടോഗ്രാഫർ ആരാണ് വീഡിയോ എടുത്തിരുന്നതെന്നാണ് ഒരു ക്വസ്റ്റ്യൻ വന്നത്. അത് എൻ്റെ മാമിയാണ് എനിക്ക് വീഡിയോ എടുത്തിരുന്നത്. മാമിയെ പറ്റി പറയാനാണെങ്കിൽ എൻ്റെ എല്ലാ കാര്യവും അറിയാവുന്ന ഒരാളാണ് മാമി. മാമിയുടെ അടുത്ത് ഞാൻ എല്ലാ കാര്യവും ഷെയർ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ മാമി എൻ്റെ അടുത്ത് എല്ലാ കാര്യവും പറയാറുണ്ട്. പിന്നെ ഞങ്ങൾ കൂട്ടുകാരെ കണക്കാണ്, അല്ലാതെ മാമിയാണ് എന്നൊരു നിലയിലല്ല ഞാൻ മാമിയെ കാണുന്നത്. എൻ്റെ കൂട്ടുകാരി എങ്ങനെയാണോ അത് കണക്കാണ് ഞാനും മാമി അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ എൻ്റെ തടിച്ചിയാണ് എനിക്ക് വീഡിയോ എടുത്തു തരാറുള്ളത്. ഞാൻ മാമി അങ്ങനെയാണ്, സ്നേഹം കൂടുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ അങ്ങനെയാണ് വിളിക്കാറുള്ളത്. പിന്നെ വന്നൊരു ക്വസ്റ്റ്യനാണ്, എൻ്റെ കൂടെ വീഡിയോ ചെയ്യുന്ന ഒരു കുഞ്ഞു വാവയുണ്ട്, ഹൈനു, അത് ആരാന്നാണ് ചോദിക്കുന്നത്. അത് എൻ്റെ മാമിയുടെ മോനാണ്. പിന്നെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ പറ്റി പറയാൻ വന്നായിരുന്നു. അങ്ങനെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് ഒരാൾ എനിക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് പേരുണ്ട്, ഞങ്ങളെല്ലാവരും കൂടെയാണ് നല്ല കൂട്ടാണ് ഞങ്ങൾ ഇത്രയും പേരും. അതിനകത്ത് ഒരാളെ പേരെടുത്ത് പറഞ്ഞാൽ അപ്പോൾ ബാക്കിയുള്ളവർക്ക് വിഷമാവും. അതുമല്ല, എനിക്ക് അങ്ങനെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് ഒരാൾ അങ്ങനെയൊന്നും ഇല്ല. ഞങ്ങൾ കുറച്ച് പേരുണ്ട്, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ തന്നെയാണ്. ഞങ്ങൾ ഇത്രയും പേരുമാണ് ബെസ്റ്റ് ഫ്രണ്ട്സ്. ഇതിനകത്ത് ഒരാളെ എടുത്ത് പറയുന്നത്. അങ്ങനെ ക്വസ്റ്റ്യനാണ്, സ്കൂളിൽ എനിക്ക് കൂട്ടുകാരന്മാരുണ്ടോ അവരെ പറ്റി പറയാനാണ് പറഞ്ഞത്. എനിക്ക് സ്കൂളിൽ അങ്ങനെ അത്രയ്ക്ക് ഞാൻ കൂട്ടുകാരൊന്നും ഇല്ല. എനിക്ക് ട്യൂഷൻ വീട്ടിലൊരു കൂട്ടുകാരനുണ്ട്, ഫഹദ് എന്നാണ് അവൻ്റെ പേര്. എനിക്ക് ട്യൂഷൻ വീട്ടിലൊരു ഇൻസിഡൻറ്റ് നടന്നപ്പോൾ എനിക്ക് ആരുമില്ലാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ നിൽക്കാൻ ഫഹദ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഒരു ബോയ് ഫ്രണ്ട് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഇവൻ്റെ പേരാണ് എവിടെയും പറയാറുള്ളത്. ഞാൻ ഫ്രണ്ട് എന്നാണ് പറഞ്ഞത്, ഞാൻ വേറൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഈ ഫ്രണ്ട് എന്ന് പറയുന്നതിൽ ഫഹദിനെ കളിയാക്കാൻ കുറേ പേര് ചെല്ലുന്നുണ്ട്. എന്നെ കുറേ പേര് കളിയാക്കുന്നുണ്ട്. അത് ഞാൻ മൈൻഡ് ചെയ്യാറില്ല, ഫഹദും മൈൻഡ് ചെയ്യാറില്ല.
അപ്പോൾ എനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടെങ്കിൽ അത് ഫഹദാണ്. ഒരു ക്വസ്റ്റ്യൻ വന്നായിരുന്നു, ട്യൂഷനിൽ ഏത് സാറാണ് നല്ല കൂട്ടായിട്ടുള്ളത്, ആരാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന്. അത് ട്യൂഷനിൽ തന്നെ ആരോ അയച്ചതാണ്. എനിക്ക് ഏറ്റവും കൂട്ടായിട്ട് ട്യൂഷൻ ഉള്ളത് അസ്ലംക്കാണ്. അതവിടെ എല്ലാവർക്കും അറിയാം, ഞാൻ അസ്ലംക്കായി നല്ല കൂട്ടാണ്. പിന്നെ എൻ്റെ കൂടെ നിന്ന രണ്ടുപേര് തന്നെ എന്നെ നല്ലപോലെ നെഗറ്റീവ് പറഞ്ഞിട്ട് ഞങ്ങൾ തമ്മിൽ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നല്ല സങ്കടമായിരുന്ന ഒരു സമയമാണത്. അങ്ങനെ ഞാൻ ട്യൂഷനൊക്കെ നിർത്തി, ഞാൻ പോകുന്നില്ല, എന്നെ അവരങ്ങനെയൊക്കെ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ് വീട്ടിൽ ഇരുന്നായിരുന്നു, പോയൊന്നുമില്ല കുറച്ച് ദിവസം. അങ്ങനെ അസ്ലംക്ക അടുത്ത് പറഞ്ഞപ്പോൾ അസ്ലംക്കാണ് എന്നെ നല്ലപോലെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൂടെ നിന്നായിരുന്നു. പിന്നെ ഈ വർഷം തൊട്ട് അസ്ലംക്ക പഠിപ്പിക്കുകയെല്ലാം തോന്നുന്നു, ഉള്ളത്. അപ്പോൾ എന്തായാലും അസ്ലംക്ക പഠിപ്പിക്കാനില്ലെങ്കിലും പഠിപ്പിക്കാനുണ്ടെങ്കിലും അസ്ലംക്കാണുള്ള സ്നേഹം ഒരിക്കലും എനിക്ക് കുറയാൻ പോകുന്നില്ല. അസ്ലംക്കായാണ് എനിക്ക് ആ ട്യൂഷനിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാർ. ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ ഇഷ്ടം സ്കൂളാണോ ട്യൂഷൻ സെൻ്റർ ആണോ എന്ന്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ട്യൂഷൻ സെൻ്ററാണ്. പിന്നെ ഇനിയും തുടർന്ന് ഞാൻ വീഡിയോ ചെയ്യുമോ അതോ അത് നിർത്തുമോ എന്നൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഇനിയും തുടർന്ന് വീഡിയോ ചെയ്യും. എന്നെ ഇനി ആരെന്ത് പറഞ്ഞാലും ഞാൻ ഇനി അത് മൈൻഡാക്കാൻ പോകുന്നില്ല. ഞാൻ മൈൻഡാക്കുന്നൊരു സമയം ഉണ്ടായിരുന്നു, എനിക്കത് വിഷമം വരുന്നൊരു സമയം ഉണ്ടായിരുന്നു. എന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഞാനിങ്ങനെ ആലോചിച്ചില്ല, എനിക്ക് നല്ല സങ്കടം വരുന്ന സമയം ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ അതൊന്നും ആലോചിക്കാറേ ഇല്ല. എന്നെ ആരെന്ത് പറഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല. കാരണം നിങ്ങൾ എൻ്റെ ഇൻസ്റ്റ എടുത്ത് നോക്കി അറിയാൻ പറ്റും, അതിനകത്ത് ഞാൻ ഒരു മോശം വീഡിയോ ഇതുവരെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് വിഷമം വരേണ്ട ഒരു കാര്യവും ഞാൻ ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്നതും ഇല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇനി വീഡിയോ തുടർന്ന് ചെയ്യും. പിന്നെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ക്രഷ് ഉണ്ടോ എന്നാണ്. എനിക്ക് ക്രഷൊന്നും ഇല്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.